ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇത്തവണയും മലയാളത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. മികച്ച ചിത്രം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് മലയാള ചിത്രങ്ങൾ സ്വന്തമാക്കിയത്. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും മലയാളത്തിലേക്കെത്തി. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ തിളങ്ങി നിന്നത്. തിരക്കഥയ്ക്കും എഡിറ്റിംഗിനും ഉൾപ്പെടെ 3 പുരസ്കാരങ്ങളാണ് ആട്ടം മലയാളത്തിലെത്തിച്ചത്. മലയാള ചിത്രത്തിലല്ലെങ്കിലും നിത്യമേനൻ മികച്ച നടിയായത് മലയാളികൾക്ക് ഇരട്ടി സന്തോഷമായി. തിരുച്ചിത്രമ്പലം എന്ന തമിഴ് ചിത്രമാണ് നിത്യയെ നേട്ടത്തിലെത്തിച്ചത്. പുരസ്കാര പ്രഖ്യാപന വേദിയിൽ ആദ്യം തിളങ്ങിക്കേട്ട പേര് മറിയം ചണ്ടി മേനാച്ചേരിയുടേതാണ്. നോൺ ഫീച്ചർ വിഭാഗത്തിലെ മികച്ച സംവിധായികയാണവർ. തുടർന്ന് വന്നത് സന്ദീപ് സെനൻ നിർമ്മിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്ക. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരത്തിനൊപ്പം മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കൂടി ഈ ചിത്രത്തിലൂടെ ബോംബെ ജയശ്രീ മലയാളത്തിലേക്ക് എത്തിച്ചു. സംഗീത സംവിധായകനായത് കാഥികൻ എന്ന ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയ സഞ്ജയ് സലീൽ ചൗധരി. സത്യത്തിൽ ഇതും മലയാളത്തിന്റെ സ്വന്തമാണ്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ശ്രീപദിന് ലഭിച്ചതോടെ പുരസ്കാര നേട്ടത്തിന്റെ പട്ടിക ഒരു പടി കൂടി മുന്നിലായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.